ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീ വാൽമീകി രാമായണം അരണ്യകാണ്ഡത്തിലെ 55-ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. രാവണൻ സീതയെ പ്രലോഭിപ്പിക്കുന്നതാണ് ഇതിലെ സന്ദർഭം, ഇതിലെ പ്രതിപാദ്യ വിഷയം. സന്ധിച്ച് രാക്ഷസാൻ ഘോരാൻ രാവണോഷ്ടോ മഹാബലാൻ ആത്മാനം ബുദ്ധിവൈക്ലഭ്യാൽ കൃതകൃത്യമമന്യതാം. ഘോരന്മാരായിരുന്ന ശക്തിശാലികളായിരുന്ന 8ഓളം നിശാചരന്മാരെ പറഞ്ഞയച്ച ശേഷം താൻ കൃതാർത്ഥനായി എന്ന് തൻ്റെ ആ ബുദ്ധിമോശം മൂലം രാവണൻ വിചാരിച്ചു. തുടർന്ന് സചിന്തയാനോ വൈദേഹിം കാമബാണ സമർപ്പിത. വൈദേഹിയെ വിചാരിച്ചുകൊണ്ട് കാമശരങ്ങളേറ്റ അവൻ പ്രവിവേശഗൃഹം രമ്യം സീതാം ദൃഷ്ടും അഭിത്വരൻ. സീതയെ ദർശിക്കാനുള്ള ആ തിടുക്കത്തോടു കൂടിയിട്ട് രമ്യമായിരിക്കുന്ന ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു. സാ പ്രവിശത് തദ്വേശ്മ രാവണോ രാക്ഷസാധിപ. രാക്ഷസാധിപനായിരിക്കുന്ന രാവണൻ ആ വേശ്മത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അഭസൽ രാക്ഷസീ മധ്യേ സീതാം ശോകപരായണ. ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ അഴലിലാണ്ടുകൊണ്ടിരിക്കുന്ന സീതയെ രാക്ഷസികളുടെ മധ്യത്തിലായിട്ട് കാണാനായിട്ട് ഇടയായി. അശ്രുപൂർണമുഖീം ദീനാം ശോകഭാരാഭിപീഡിതാം. ആർത്തയായിട്ട് കണ്ണുനീരൊക്കെ വാർത്തുകൊണ്ട് ചീർത്ത ശോകത്തിന് അധീനയായിട്ട് വായുവേഗേരിവാക്രാന്ത മജ്ജന്തേൻ നാവമർണവേ. കൊടുങ്കാറ്റേറ്റ് കടലില് മുങ്ങിപ്പോകുന്ന തോണി പോലെയും മൃഗയൂത പരിപ്രഷ്ടാം മൃഗീം ശബരിവാവൃതാം. മാൻകൂട്ടത്തിൽ നിന്ന് വിട്ടുപോയിട്ട് വേട്ടപ്പട്ടികളാൽ വളയപ്പെട്ട മാൻപേട പോലെയും അധോമുഖമുഖിയും സീതാം അഭേത്യാസ നിശാചര. അധോമുഖിയായിരിക്കുന്ന സീതയുടെ അടുത്തേക്ക് ചെന്ന ആ രാക്ഷസേശ്വരനും താന്ത ശോകപരാന്തീനാം അവശാം രാക്ഷസാധിപ സാ ബലാദ് ദർശയാമാസ ഗൃഹം ദേവഗൃഹോപമം. നിർബന്ധപൂർവം തൻ്റെ ആ അരമനയെ കാണുവാനായിട്ട് ക്ഷണിച്ചു നാം, അല്ലെങ്കിൽ നിർബന്ധപൂർവം സീതയെ തൻ്റെ ആ അമരാവതി സദൃശമായിരിക്കുന്ന കൊട്ടാരത്തെ കാണുവാനായിട്ട് കൊണ്ടുപോയി. ഹർമ്യപ്രാസാദ സംബാധം ശ്രീസഹസ്രനിഷേവിതം നാനാ പക്ഷിഗണേർദുഷ്ടം നാനാരത്നസമന്വിതം. മേടകളും മാളികകളും നിറഞ്ഞ ആയിരക്കണക്കിന് സ്ത്രീകൾ വസിക്കുന്ന, പലതരം പറവകൾ പാർക്കുന്ന, ദന്തവും സ്വർണവും സ്ഫടികവും രജതവും കൊണ്ടുണ്ടാക്കപ്പെട്ട നാനാരത്ന സമന്വിതമായിരിക്കുന്ന വജ്രവൈഡൂര്യങ്ങളാൽ അലങ്കൃതമായിരിക്കുന്ന കണ്ണും കരളും കവരുന്ന തൂണുകളൊക്കെയുള്ള മന്ദിരം ദിവ്യവേരീരവം മുഴങ്ങുന്നതും തങ്കപ്പൻ തോരണങ്ങളാൽ അലങ്കൃതവുമായിരുന്നു എന്ന്. അവളെയും കൊണ്ട് സീതയെയും കൊണ്ട് സ്വർണ്ണനിർമ്മിതവും വിശിഷ്ടവുമായിരിക്കുന്ന സോപാനത്തിലേക്ക് രാവണൻ കയറി. ദാന്തക രാജദാശൈവ ഗവാക്ഷാഹ പ്രിയദർശനാഹ. അവിടെ കൊമ്പുകൊണ്ടും വെള്ളി കൊണ്ടും തീർത്തതും കാണാൻ അഴകുള്ളതുമായിരിക്കുന്ന വാതായനങ്ങളും പൊന്നിൽ ജനാലകൾ ചുഴന്ന പ്രാസാദങ്ങളും ഉണ്ടായിരുന്നു. സുധാമണി വിചിത്രാണി ഭൂമിഭാഗാനി സർവശാം. വജ്രങ്ങളാലും രത്നങ്ങളാലും അലങ്കരിച്ച സ്വഗൃഹത്തിന്റെ പല ഭാഗങ്ങളും ആ ദശഗ്രീവ സ്വഭാവനയെ പ്രാദർശികത മൈഥിലിയും. ദശഗ്രീവനായിരിക്കുന്ന രാവണൻ വൈദേഹിയെ കാണിച്ചു കൊടുത്തു. ദീർഘികാ പുഷ്കരണ്യസ്യ നാനാവൃക്ഷ സമന്വിതാഹ. പലതരം തോടുകളും താമരപ്പൈകളും പല ചെറുമരങ്ങൾ ചേർന്ന തോപ്പുകളും ശോകപരായണയായിരിക്കുന്ന സീതയെ കാണിച്ചു കൊടുക്കുകയുണ്ടായി. ആ ശ്രേഷ്ഠമായിരിക്കുന്ന ഭവനമെല്ലാം സീതയെ കാണിച്ചതിന് ശേഷം പാപാത്മാവായിരിക്കുന്ന അവനും സീതയെ പ്രലോഭിപ്പിക്കാനായിട്ട് ഉവാചവാക്യം പാപാത്മാ സീതാം ലോപിതമിച്ഛയ. സീതയെ പ്രലോഭിപ്പിക്കണമെന്ന ഇച്ഛയോടുകൂടിയിട്ട് ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങി. സീതയെ
ദശ രാക്ഷസകോട്യശ്ച ദ്വാവിംശതിരഥാപരാः തേഷാം പ്രപുരകം സർവേഷാം ഭീമകർമ്മണാം. 32 കോടി നിശാചരന്മാര് ഇവിടെയുണ്ട്. പ്രചണ്ഡകർമാക്കളായ അവരുടെ എല്ലാം പ്രഭുവാണ് ഞാൻ. വർദ്ധയിത്വാ ചരാവൃത്താൻ ബാലാംശരജനീചരാൻ. വൃത്തന്മാരും ബാലന്മാരുമായിരിക്കുന്ന രാത്രിചാരികൾ ഒഴിച്ച് എൻ്റെ കാര്യങ്ങൾ നടത്താൻ തയ്യാറായിട്ട് ഓരോന്നിനും സഹസ്രമേകമേകസ്യ മമ കാര്യപുരസ്സരം, എൻ്റെ കാര്യങ്ങൾ നടത്തുവാനായിട്ട് ഓരോന്നിനും 1000 വീതം ആളുകൾ ഉണ്ട്. എൻ്റെ ഈ രാജതന്ത്രവും ജീവിതവും സർവവും നിന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വിശാലാക്ഷി ത്വമേ പ്രാണേർഗിരീയസി, നീ എനിക്ക് പ്രാണനേക്കാൾ പ്രിയതരയാണ്. എനിക്കിവിടെ അനേകം ഉത്തമ സ്ത്രീകള് ഭാര്യമാരായിട്ട് ഉണ്ട്. താസാന്ത്വം ഈശ്വരീ സീതേ മമ ഭാര്യ ഭവ പ്രിയേ. പ്രിയേ സീതയെ, നീ എൻ്റെ ഭാര്യയായിട്ട് തീർന്ന് അവരുടെ എല്ലാം ഈശ്വരിയായിട്ട് മാറണം. സാധു കിന്തേ അന്യതാ ബുദ്ധ്യാ രോചയസ്വചോ മമ പചസ്വമാഭിതപ്തസ്യ പ്രസാദം കർത്തുമർഹസി. അന്യചിന്ത കൊണ്ട് നിനക്ക് എന്താണ് കാര്യം ഉള്ളത്? എൻ്റെ നല്ല വാക്ക് നീ കൈക്കൊള്ളുക, എന്നെ സ്വീകരിക്കുക, സന്തപ്തനായിരിക്കുന്ന എന്നിൽ പ്രസാദിക്കുക. പരിക്ഷിപ്ത സമുദ്രേണ ലങ്കേയം സതയോജന നേയം ദർശയിതും ശക്യാസ ഇന്ദ്രൈരഭി സുരാസുരൈഹി. സതയോജന വിസ്താരമുള്ള ഈ ലങ്ക ആഴിയാൽ ചൂഴപ്പെട്ടതാണ്. ഇന്ദ്രസമേതരായിരിക്കുന്ന ദേവാസുരർക്കൊന്നും ഇതിനെ ആക്രമിക്കുവാനായിട്ട് സാധ്യമല്ല. ന ദേവേഷു ന യക്ഷേഷു ന ഗന്ധർവേഷു പക്ഷിഷു. ദേവന്മാരാലും ഗന്ധർവന്മാരാലും യക്ഷന്മാരാലും പക്ഷികളാലും ഒക്കെ അഹം പശ്യാമി ലോകേഷു യോമേ വീരസമോ ഭവേൽ. എന്നെപ്പോലെ വീര്യവാനായിരിക്കുന്ന ഒരാളെ ലോകങ്ങളിൽ ഒരിടത്തും കാണുവാനായിട്ട് സാധ്യമല്ല. കിങ്കരിഷ്യസി രാമേണ മനുഷ്യേണ അല്പതേജസ. മനുഷ്യരും തേജസറ്റുവനുമായിരിക്കുന്ന ആ രാമനെ കൊണ്ട്, എങ്ങനെയുള്ള രാമൻ? രാജപ്രഷ്ടേന ദീനെ താപസേന ഗതായുഷ. നാട് കടത്തപ്പെട്ടവനും ദുഃഖിതനും അല്പായുസും തപസ്വിയുമായിരിക്കുന്ന ആ രാമനെ കൊണ്ട് നിനക്ക് എന്താണ് കാര്യം? ഭജസ്വ സീതേ മാമേവ വർത്താകം സദൃശസ്തവ. അതുകൊണ്ട് സീതയെ നീ എന്നെ സ്വീകരിക്കൂ, ഞാൻ നിനക്ക് ചേർന്ന ഭർത്താവാണ്. താരുണ്യമസ്ഥിരമാണ് ഭീരു, അതുകൊണ്ട് എന്നോടൊത്ത് ആനന്ദിക്കുക. ദർശനേമാ കൃതാബുദ്ധിം രാഘവസ്യ വരാനനെ കാസ്യ ശക്തിരിഹാഗന്ധം അഭിസീതേ മനോരഥേ. സുമുഖി, നീ ഇനി രാമനെ കാണാമെന്ന് വിചാരിക്കരുത്. അവന് സങ്കല്പത്തിൽ പോലും ഇവിടെ വന്നെത്താനായിട്ട് ശേഷിയുണ്ടോ? ശക്യോവായുരാകാശേ പാശിർബത്വം മഹാജവ. ആകാശത്ത് വീശുന്ന കൊടുങ്കാറ്റിനെ കയറിട്ട് കെട്ടാനായിട്ട് സാധ്യമല്ല. അതുപോലെ തന്നെ ദീപ്യമാനസ്യ വാപ്യഗ്നേർ ഗൃഹീതും വിമലാം ശിഖാം. കത്തേരിയുന്ന തീജ്വാലിയെ പിടിക്കാനും സാധ്യമല്ല. ത്രയാണാമവിലോകാനതം പശ്യാമി ശോഭനേ. അല്ലയോ ശോഭനേ, എൻ്റെ കയ്യൂക്ക് കൊണ്ട് രക്ഷിക്കുന്ന നിന്നെ വിക്രമേണ നയേദ്വസ്താമൽ ബാഹുപരിപാലിത. പരാക്രമം കൊണ്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ആരെയും 3 ലോകത്തിലും ഞാൻ കാണുന്നില്ല. നീ ലങ്കയിൽ ഈ മഹത്തായിരുന്ന രാജ്യം കാത്ത് വാഴുക. എൻ്റെ കൂട്ടരും ദേവന്മാരും സകല ചരാചരങ്ങളും നിന്റെ ദാസന്മാരായിട്ട് തീരും. അഭിഷേക ജലാർദ്രയായിക്കൊണ്ട് സന്തോഷത്തോടെ എന്നെ നീ ആനന്ദിപ്പിക്കുക. ദുഷ്കൃതമ്മിൽ പുരാകർമ്മ വനവാസേന ദൽഗതം. നീ പണ്ട് ചെയ്തിട്ടുള്ള പാപമെല്ലാം വനവാസത്താൽ തീർന്നുപോയി. നീ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമെല്ലാം ഇവിടെ നിന്ന് നേടിക്കൊള്ളുക. ഇവിടെയുള്ള ദിവ്യഗന്ധങ്ങളായിരിക്കുന്ന മാല്യങ്ങളും വിശിഷ്ടങ്ങളായിരിക്കുന്ന അലങ്കാരങ്ങളുമെല്ലാം നീ എന്നോടൊത്ത് അനുഭവിക്കുക. ശുശ്രോണി, എൻ്റെ സഹോദരനായിരിക്കുന്ന വൈശ്രവണൻ്റെ സൂര്യശോഭയാർന്ന പുഷ്പകമെന്ന വിമാനത്തെ ഞാൻ യുദ്ധത്തിൽ കൈക്കലാക്കിയിട്ടുണ്ട്. വിമാനം സൂര്യസങ്കാശം തരസാ നിർജിതം രണേ. യുദ്ധത്തിൽ ഞാൻ കൈക്കലാക്കിയിട്ടുണ്ട്. വിശാലം രമണീയം ചാതത് വിമാനം മനോജവം. ആ വിമാനം വിശാലവും രമണീയവും മനോവേഗതയുള്ളതുമാണ്. തത്ര സീതേമയാസാർത്ഥം വിഹരസ്വ യഥാസുഖം. അതിൽ എന്നോടൊത്ത് സുഖമായിട്ട് വിഹരിച്ചാലും സീതേ. വരാരോഹേ, നിർമ്മലവും സുഭകവും താമര താരനൊത്തതുമായിരിക്കുന്ന നിന്റെ വദനം വരാനനെ
സ്വകാർത്ഥതയാൽ ശോഭിക്കുന്നില്ല. വദനം പത്മസങ്കാസം വിമലം ചാരുദർശനം സ്വകാർത്ഥം തോ വരാരോഗ്യേന ഭ്രാജതി വരാനനേ. ഇപ്രകാരത്തില് ഏവം വദതസ്മിൻ സാ വസ്ത്രാന്തേന വരാംഗന. ഇപ്രകാരത്തിൽ അവൻ പറഞ്ഞപ്പോൾ വരാംഗനയായിരിക്കുന്ന മൈഥിലി ഇന്ദുനിഭമായിരിക്കുന്ന മുഖം മറച്ച് കണ്ണുനീർ വാർക്കാനായിട്ട് ഇടയായി. അസ്വസ്ഥതയോടുകൂടിയിട്ട് ചിന്താവിവർണയായിട്ട് സീത മാറി. വിചാരഭക്തിയായ സീതയോട് നിശാചരനും ഭാവിയുമായിരിക്കുന്ന രാവണനും ഉവാചവചനം വീണ്ടും ഇങ്ങനെ പറയുകയുണ്ടായി. വൈദേഹി, ലജ്ജയും ധർമ്മനാശചിന്തയും ഒക്കെ മതിയാക്കുക. എനിക്ക് നിന്നോടുള്ള സ്നേഹബന്ധം അത്യന്തം ശുദ്ധമാണ്. സുന്ദരങ്ങളായിരിക്കുന്ന ഈ പാദങ്ങളിൽ ഞാൻ ശിരസ്സുകള് മുട്ടിക്കുകയാണ്. ഏതോ പാദോമയാ സ്നിഗ്ധോ ശിരോഭിപരിപീഡിതോ പ്രസാദം ഗുരുമേ ക്ഷിപ്രം വസ്യോ ദാസോകമസ്മിതേ. എന്നിൽ വേഗം പ്രസാദിക്കുക. ഞാൻ നിനക്ക് കീഴ്പ്പെട്ടവനാണ്, നിന്റെ ദാസനുമാണ്. ഉൾച്ചൂടുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ വാക്കുകൾ വ്യർത്ഥമായിട്ട് പോകരുത്. രാവണൻ ഒരിക്കലും രാജാഭി രാവണ കാഞ്ചിൽ മൂർത്തനാ സ്ത്രീം പ്രണമേതക. ഈ രാവണൻ ഒരിക്കലും ഒരു സ്ത്രീയെയും തലതാഴ്ത്തി വണങ്ങിയിട്ടില്ല. ഏവമുക്താദശഗ്രീവോ മൈഥിലീം ജനകാത്മജ കൃതാന്തവസമാപന്നോ മമേയമിതി മന്യതേ. ജനകാത്മജയായിരിക്കുന്ന മൈഥിലിയോട്, സീതയോട് ഇങ്ങനെ പറഞ്ഞ് അന്തകനധീനനായിരിക്കുന്ന രാവണൻ ഇവൾ എൻ്റേതായി എന്ന് വിചാരിച്ചു. ഇങ്ങനെ തൻ്റെ കൊട്ടാരമൊക്കെ കാട്ടിക്കൊണ്ട് അതിൻ്റെ മനോഹാരിതയൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒപ്പം തൻ്റെ വാക്യങ്ങളാലും സീതയെ മയക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് പലതരത്തിലുള്ള ആ രാവണൻ്റെ പ്രലോഭനങ്ങൾ സീതയെ അറിയിക്കുന്നതാണ് ഈ സർഗത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. എല്ലാവർക്കും ശ്രീരാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.